നമ്മുടെ മാനവ ചരിത്രത്തിൻ്റെ പിന്നാക്കം പോയാൽ ഏകദേശം ഗോത്രീയ വംശത്തിൻ്റെ അവിടെ അതുമുതൽ ഗോത്രീയ വംശം എന്ന് പറയുമ്പോൾ ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുകയും എൻ്റെ ദൈവമാണ് ശരിയായ ദൈവം, മറ്റുള്ളവരുടെ ദൈവം ശരിയല്ലാത്ത ദൈവം ആയതുകൊണ്ട് അവരുടെ ആചാരങ്ങൾ തെറ്റാണെന്നും അവരെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും 2026 നമ്മളിവിടെ എത്തി നിൽക്കുമ്പോഴും അതേപോലെയുള്ള മനസ്സിൻ്റെ ഗോത്രീയ വംശ അവശേഷിപ്പുകൾ മനുഷ്യ മനസ്സുകൾക്കുള്ളിൽ അടിഞ്ഞുകൂടി നിൽക്കുന്നത് കൊണ്ട് ആണ് ഇന്നും നമ്മൾ രാജ്യങ്ങളിലേക്കും അവരെയും മറ്റുള്ളവരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിസൈൽ ഉപയോഗിച്ച് എത്ര ലക്ഷം പേരെ കൊല്ലാമെന്ന പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും 26 നമ്മൾ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. ഈ മൈത്രേയൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് സമീപ ഭാവിയിലോ വിദൂര ഭാവിയിലോ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് മൈത്രേയന് തോന്നുന്നുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയാണ്, മരിക്കുന്നത് വരെ പ്രവർത്തിക്കും. അത് വേറെ ആരെങ്കിലും മന്ന വീഴുന്നത് പോലെ ഇട്ട് തരുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഉണ്ടാകുന്നത് വരെ പ്രവർത്തിക്കുക മാത്രമാണ് നമുക്ക് പറ്റുന്നത്. അല്ലാതെ എല്ലാവരും പട്ടാളത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രജ്ഞന്മാരെല്ലാം ആറ്റം ബോംബ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാതിരിക്കുകയല്ല. നമ്മളറിയാതെ നമ്മളിവിടെ ഇരുന്നാലും അവന്മാർ തലയെ ബോംബിടും. അതുകൊണ്ട് അതിനെ എതിർത്ത് കഴിയുന്നത്രയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പണിയാണ്. എന്തായാലും ലോകത്തോട്ട് നോക്കുമ്പോൾ അലക്സാണ്ടർ വരുന്നത് പോലെ ഇപ്പോൾ ഒരാരും വരുന്നില്ല. ജംഗിസ് ഖാൻ പടിഞ്ഞാറോട്ട് പോയതുപോലെ ഒരാൾ വരുന്നില്ല. ബേബറോ ഹുമയൂണോ വന്നതുപോലെ വന്നിരുന്നില്ല. അശോകന്മയെ പോലൊരു സമ്രാട്ട് ഉണ്ടാകുന്നില്ല. യൂറോപ്യൻ യൂണിയനും നമ്മുടെ ഇന്ത്യ പോലുള്ള യൂണിയനൊക്കെ അല്ലേ ഉള്ളത്. അതുകൊണ്ട് അത്ര പേടിക്കാനുണ്ട്. കഴിഞ്ഞ 100 വർഷം കൊണ്ടാണ് 1927 200 കോടി ജനം മനുഷ്യരുണ്ടായത്. അന്ന് 150 കോടിയും പട്ടിണിയിലായിരുന്നു. ഇന്ന് 850 കോടി ജനമുണ്ട്. 650 കോടി ജനവും പട്ടിണിയില്ലാത്തവരാണ്. ഇത്രയധികം സന്തോഷകരമായി ഇത്രയധികം സൗകര്യത്തോടെ ജീവിച്ച മനുഷ്യകുലം ജീവിച്ച ഒരു കാലം ഇതിനു മുമ്പില്ല. അതുകൊണ്ട് വെറുതെ വിഷമിക്കണ്ട, നല്ല സാധ്യതയുണ്ട്, പ്രവർത്തിച്ചാൽ മതി. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും താടി നരച്ച സ്ഥിതിക്ക് നമുക്ക് അധികം കാലമില്ല. അതുകൊണ്ട് വേറെ ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിരുത്സാഹപ്പെട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാവുന്ന ലോകത്ത് തന്നെയാണ് നമ്മളുള്ളത്. പണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ മുകളിൽ യുദ്ധം നിൽക്കത്തില്ല. അത് മനസ്സിലാക്കണം. ഇപ്പം അങ്ങനെയല്ല. യുദ്ധം ഉണ്ടായാൽ ഇത്ര ദിവസം കൊണ്ട് നിൽക്കുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്ര വരെ നമ്മളായിട്ടുണ്ട്. ഇത് മനുഷ്യ ചരിത്രമാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ രണ്ടുപേരുടെയും വയസ്സാം കാലത്ത് ഇത് നേരെ ആയോ എന്ന് നോക്കാനുള്ള സമയമില്ല. മനുഷ്യ ചരിത്രം എന്ന് പറയുന്ന ഒരു 3 ലക്ഷം വർഷമുണ്ട്. അതിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ഒരു 100 കൊല്ലത്തെ ചരിത്രം വെച്ചുകൊണ്ട് ലോകത്തിനെ മനസ്സിലാക്കരുത്. ഒന്നിച്ച് ജീവിച്ചിട്ടേ ഇല്ലാത്ത ജീവികളായിരുന്നു നമ്മൾ. ഒരു സംഘം മാത്രം. നേരത്തെ പറഞ്ഞ ഗോത്രീയം എന്ന് പറഞ്ഞ ഗോത്രങ്ങൾ വ്യത്യസ്തമായിട്ട് ഭിന്നമായി ജീവിച്ചിരുന്ന ലോകത്തു നിന്ന് രാജ്യങ്ങളിലെത്തി, രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടക്കി സാമ്രാജ്യങ്ങളായി. ഇന്ന് നമ്മൾ തമ്മിൽ അടിക്കാതെ മിനിമം അടികളുമായിട്ട് കഴിയുന്നിടത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. നമ്മളുണ്ടാക്കുന്ന കുരുമുളക് തിന്നാനായിട്ട് കാത്തിരിക്കുന്ന യൂറോപ്യൻകാരും അവരുണ്ടാക്കുന്ന കാറ് മേടിച്ച് ഓടിക്കണമെന്ന് ആലോചിക്കുന്ന ഇന്ത്യക്കാരും ഒക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് യുദ്ധം അവസാനിക്കുന്നത്. വ്യാപകമാകാത്ത പഴയ രീതിയിലല്ല. അതുകൊണ്ട് തോപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുവരെയുള്ള നമ്മളെല്ലാവരും നന്നാകത്തില്ല. പാവം നാരായണഗുരു പറയുന്ന പോലെ നന്നാകത്തില്ല. നമ്മൾ മനുഷ്യരായിട്ട് തന്നെ തുടരും. പക്ഷേ റോഡിലിറങ്ങുമ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ച് പോകാൻ പറ്റും. കാറിനകത്തിരിക്കുന്നവരെല്ലാവരും നല്ല ആളായി ആദ്യം പോകണമെന്ന് ആഗ്രഹിക്കാത്തവരൊന്നുമല്ല. പക്ഷേ ചുവന്ന ലൈറ്റ് കാണുമ്പോൾ നിർത്തും, പച്ച ലൈറ്റ് കാണുമ്പോൾ പോവും.
അതിലുള്ള അതിനെയാണ് നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറുന്നു എന്ന് പറയുന്നത്. അവിടെ വരെ ആയിട്ട് അതിനകത്താണ് ഈ ജനാധിപത്യ മൂല്യബോധത്തിനെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചത്. അത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കാതെ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാതെ ആളുകൾ നന്നാകും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നന്നാകുന്നില്ല എന്ന് തോന്നുന്നത്. അങ്ങനല്ല, നമുക്കൊക്കെ ആവശ്യമുണ്ട് മറ്റുള്ളവർ. ഇന്തോനേഷ്യക്കാരന് പാം നടന്ന് അവിടുത്തെ പാം ഓയിൽ ഉണ്ടാക്കുന്ന മുഴുവനും ചൈനക്കാരനും ഇന്ത്യക്കാരനും കൊടുക്കാനാണ്. ലോകത്തെല്ലാവരും മറ്റ് രാജ്യം, അതുകൊണ്ടാണ് യുദ്ധം ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്. മൂന്നാം ലോകമഹായുദ്ധം കണ്ടിട്ട് മരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോലുള്ള വയസ്സന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര എഴുത്താണ് ഇതിനകത്തൊക്കെ. മൂന്നാം ലോകമഹായുദ്ധം ഒന്ന് കണ്ടിട്ട് ചാകാൻ, അങ്ങനത്തെ എഴുത്തുകാരൊക്കെ ഞാൻ കാണാറുണ്ട്. വെറുതെ അവന്മാരെ വെറുതെ നോക്കിയിരിക്കാവുന്നേ ഉള്ളൂ, അങ്ങനെ ആകത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും വേണം. ചൈനയിലുണ്ടാകുന്ന റെയറത്ത് മാത്രമേ ഈ ആറ്റവും ബോംബൊക്കെ ഉണ്ടാക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ചൈനക്കാരെ കൂട്ടത്തില്ലെന്നുണ്ടെങ്കിൽ അമേരിക്കക്കാരന് ബോംബുണ്ടാക്കി ഇടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ പരസ്പരം നിയന്ത്രിക്കുന്നിടം വരെ മനുഷ്യരായിട്ടുണ്ട്. യുദ്ധം കുറഞ്ഞിട്ടുണ്ട്. 650 കോടി ജനം ഒരു 100 വർഷം കൊണ്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പേടിക്കണം.